എന്തിപ്പോ ഫീൽ ചെയ്യുന്നത് ലീഗലി മാരേജ് ചെയ്തപ്പോ? ലീഗലി മാരേജ് ചെയ്തപ്പോൾ നമ്മൾ ഒന്നും കൂടി സെക്യൂർഡ് ആയ പോലെ നമ്മൾ ഫീൽ ചെയ്യും. 2 വർഷം ഒന്നിച്ച് ജീവിച്ചു, ഇനി നമുക്ക് ലീഗലി അങ്ങ് കല്യാണം കഴിക്കാന്ന്. ഇത് പറഞ്ഞതുപോലെ തന്നെ ലിവിങ് റിലേഷനിലാണെന്ന് ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഈ ലിവിങ് റിലേഷനിലാണെന്ന് മറക്കാത്ത കുറെ ആൾക്കാരുണ്ട്. നമ്മൾ മനസ്സ് പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ കമന്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനും നമുക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമവും ഇതൊക്കെ നമ്മൾ അപ്പം വേണ്ട അതുകൂടെ ക്ലിയർ ചെയ്തേക്കാം. നമുക്കിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ നോർമലി നമ്മൾ 2 years ആയിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നെങ്കിൽ ഇനി അതിന്റെ ആവശ്യമില്ല. പക്ഷേ നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ ഇത് നമുക്കൊരു കംഫർട്ട് സോണിലാവാൻ ഇത് ആവശ്യമാണ്. ഒരാള് ഇട്ടിരുന്ന ഒരു കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൻ ചതിച്ചില്ലല്ലോ, അവൻ കെട്ടിയില്ലേ, പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം, അത്രേ ഉള്ളൂ. അങ്ങനെ പറയുന്ന അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സത്യമാണത്. ഇവൻ ഇവളെയും കളഞ്ഞിട്ടോ ഇതായിരുന്നു തുടക്കത്തിൽ മുതൽ ആൾക്കാർ പറഞ്ഞു. ഇവന് തന്നെ പണി പറഞ്ഞിട്ട് ഇതിപ്പോ കൂടി വന്ന 2 വയസ്സാണ്. എടോ 2 വർഷത്തോളം നമ്മൾ ഒന്നിച്ച് നിന്നതിന് ശേഷമാണ് ഈ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ 2 വർഷമായിട്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നു. അപ്പൊ പല ഘട്ടങ്ങളിലും ഈ പറയുന്ന നമ്മൾ തല്ലിപ്പിരിഞ്ഞ് പോകേണ്ട ഘട്ടങ്ങളുണ്ട്, ഉണ്ടായിട്ടുണ്ട്. തല്ലിപ്പിരിഞ്ഞ് പോകേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ തല്ലുണ്ടായാലും വഴക്കുണ്ടായാലും ഇത് എന്നെ വിട്ട് പോകില്ല എന്ന് എനിക്കും ഇവൾ എന്നെ വിട്ട് പോകില്ല എന്ന് എനിക്കും ബോധ്യമായതിനു ശേഷമാണ് ഞങ്ങൾ ഈ കല്യാണത്തിലേക്ക് പോയത്. കുറെ പേർക്ക് ഒരു വിചാരം ഉണ്ടാവും ലിവിങ് റിലേഷനിൽ കല്യാണം കഴിക്കേണ്ട നിർബന്ധമില്ല, അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. അപ്പൊ ഈ കല്യാണം കഴിച്ചപ്പോ എന്താ ഒരു സൊസൈറ്റിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം? മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് എപ്പോഴും അടിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോകാനോ എന്നുള്ളൊരു ഉള്ളിന്റെ ഉള്ളിൽ കിടപ്പുണ്ടാവും. അതൊരു മൈക്രോ ചീറ്റിംഗ് അല്ലേ? ആ മൈൻഡിൽ ആ ചിന്താഗതി ആ ചിന്ത ഇല്ലാതെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ആ ഒരു താലികെട്ടിനെ കൊണ്ട് സാധിക്കും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് ആക്ച്വലി എൻ്റെ കൂടെ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും കാണുവാണ്. ജിഷൻ ചേട്ടൻ ആൻഡ് അമയ. ഹലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി മാരീഡ് ലൈഫ്. ഞാനേ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഇവര് കല്യാണം കഴിച്ചതല്ലേ പെട്ടെന്ന് ആലോചിച്ചു. അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടാവില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു, എന്തിപ്പോ ഫീൽ ചെയ്യുന്നത് ലീഗലി മാരേജ് ചെയ്തപ്പോ? ലീഗലി മാരേജ് ചെയ്തപ്പോ നമ്മൾ ഒന്നും കൂടി സെക്യൂർഡ് ആയ പോലെ നമ്മൾ ഫീൽ ചെയ്തു. എന്ന് വെച്ചാല് മുമ്പ് കുറെ പേർക്ക് അറിയില്ല. പിന്നെ നമ്മൾ ബിഗ് ബോസിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ എല്ലായിടത്തും മൈ വൈഫ് അവിടെ നമ്മള് ബർത്ത്ഡേ എന്റേതും ഞാൻ വിഷ് ചെയ്തത് എന്റെ ഭാര്യ അമ്മയ്ക്ക് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിഷ് ചെയ്തത്. പിന്നെ എനിക്ക് അറിയാമായിരിക്കും നമ്മൾ ബിഗ് ബോസിൽ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ആ ഫാമിലി റൗണ്ട് അതിന് മുമ്പേ തൊട്ട് മുമ്പെയാണ് ഞാൻ ഔട്ടായത്. അപ്പോൾ ആ ഫാമിലി റൗണ്ടിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവള് വരുമ്പം അവിടെ വെച്ചിട്ട് ബിഗ് ബോസിൽ വെച്ചിട്ട് കല്യാണം കഴിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മൈൻഡിലുണ്ടായിരുന്ന അത് പക്ഷെ നടന്നില്ല. അതിന് ഒരാഴ്ച മുമ്പേ ഞാൻ ഔട്ടായി. അത് അവിടെ പറയായിരുന്നു അല്ലേ, നല്ല കൺഫെഷൻ മുമ്പിലേക്ക് ഒന്ന് വിളിക്കോ ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് ചിലപ്പോൾ ഒരാഴ്ച കൂടി എന്നെ നിർത്തിയാലേ പറയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ വീക്കിൽ ഞാൻ ഔട്ടായി പോകുന്നുള്ളത്. എനിക്ക് ഒട്ടും ഇതുണ്ടായിരുന്നില്ല. അങ്ങനെ പറ്റിപ്പോയതാ. അല്ലെങ്കിൽ അന്ന് നമ്മള് അത് ഒഫീഷ്യലായിട്ട് അവിടെ വെച്ച ലോകം മൊത്തം കണ്ടിട്ട് അല്ലെ, ഇതും ഇപ്പൊ പറയാനൊന്നുമില്ല. ഇന്ന് മിഞ്ഞാന്ന് അല്ലേ, മിഞ്ഞാന്ന് ഇൻസ്റ്റ കത്തിച്ചിട്ടുണ്ട്. അത്യാവശ്യം മാധ്യമങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നു. മാധ്യമങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. നമ്മൾ ആർട്ടിസ്റ്റുകളെക്കാളും ആർട്ടിസ്റ്റുകൾ ആരും ഇല്ലായിരുന്നു, മാധ്യമങ്ങൾ. ഞാൻ ചോദിക്കാൻ ആരും വിളിച്ചു പോലും റിസപ്ഷൻ ഉണ്ടോ ഇനി? ഇല്ല 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 ഇല്ല. ഞാൻ ഇതുവരെ ബിഗ് ബോസിന് ശേഷം ഒരു ഇവന്റിലും വീട്ടിലേക്ക് വന്നോ? പോയിട്ടില്ല. വീട്ടിൽ വന്നോ? ഒരു ദിവസം നിന്ന് അന്നേ ഞാൻ പറഞ്ഞു അമ്മിണീനെ കാണാൻ. നിനക്കൊരു പപ്പിയില്ലേ? 2 പേരുണ്ട്. കൂട്ടിട്ട് പോരെ. അമ്മണിക്കൊരു കമ്പനിയാണ്. നിന്റെ സ്വഭാവമാണെങ്കിൽ വേണ്ട. അമ്മിണി ഷിറ്റ്സു ഉണ്ട് ഇവരുടെ പപ്പിക്കുട്ടി. ലസാബ്സ് ആണ് പപ്പിക്കുട്ടി. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാത്ത ആളുണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം മറ്റേ ഇതിന്റെ ഇവളുടെ ഗ്രൂമിങ്ങിന് വേണ്ടി അവിടെ പോയപ്പോ ഞാൻ പറഞ്ഞു എന്നെ അറിയില്ല. ഇല്ല ചേട്ടന് ഞാൻ പറഞ്ഞു മറ്റേ ബിഗ് ബോസിലെ നമുക്കിത് കൊളാബ് നമുക്കും ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉണ്ട് ചേട്ടാ, വേണമെങ്കിൽ അമ്മണിക്ക് വേണമെങ്കിൽ കൊളാബ് കൊടുക്കുക, അവള് നിങ്ങളെക്കാൾ ഫേമസ് ആണ്.
അതാണ് അമ്മടി എല്ലാവർക്കും അറിയുന്ന ആളാണ് ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോ കൊണ്ടുപോകും. ആണല്ലേ? പിന്നെ ലൊക്കേഷനിൽ പോകുമ്പോ ഇപ്പം ഞാൻ ചെയ്യുന്ന വർക്കിലെല്ലാം അമ്മണി ഫേമസ് ആണ്. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പം? എങ്ങനെ ഇപ്പൊ 2 years? കാരണം ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ എപ്പോഴും ചേട്ടൻ വൈഫ് വൈഫ് എന്ന് പറയുന്നോണ്ട് നിങ്ങള് ലിവിങ് റിലേഷനിലാണെന്ന് ഞങ്ങൾ ഇടയ്ക്ക് മറന്നു പോകും. അപ്പോ എപ്പോഴാ ആ ഒരു തീരുമാനിച്ചു, ഓക്കെ നമുക്ക് 2 വർഷം ഒന്നിച്ച് ജീവിച്ചു, ഇനി നമുക്ക് ലീഗലി അങ്ങ് കല്യാണം കഴിക്കാന്ന്? ഇത് പറഞ്ഞതുപോലെ തന്നെ ലിവിങ് റിലേഷനിലാണെന്ന് ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞു, പക്ഷെ ഈ ലിവിങ് റിലേഷനിലാണെന്ന് മറക്കാത്ത കുറെ ആൾക്കാരുണ്ട്. അവരിങ്ങനെ കുത്തി കുത്തി അതിങ്ങനെ കുത്തി കുത്തിയാവോ ഒന്നിച്ച് അവര് അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മുടെ മലയാളികൾ അറിയില്ലേ, മാക്സിമം ബാഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന പുതിയ ജനറേഷൻ ഒഴികെ പഴയ ജനറേഷൻ ഫേസ്ബുക്ക് ടീംസ് അങ്ങനെ ഉണ്ടല്ലോ. അപ്പം ആ പുതിയ ജനറേഷന് പിള്ളേർക്കൊന്നും അതൊന്നും അവർക്കൊരു അവർക്കൊക്കെ. പക്ഷെ ഇപ്പോഴും അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഉൾക്കൊള്ളാത്ത ഒരു മലയാളി സമൂഹം. ഞാനും ചേട്ടനും ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് അവരെ നോക്കണം. ആ ഒരു 2 കാറ്റഗറീസിലുള്ള ആൾക്കാരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കേൾക്കുമ്പോ ഒരു മനസ്സിനൊരു വിഷമം. അതിപ്പോ നീ അനുഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ കമന്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനും നമുക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമവും ഇതൊക്കെ നമ്മൾ അപ്പം വേണ്ട അതും കൂടെ ക്ലിയർ ചെയ്തേക്കാം. നമുക്കിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാല് നോർമലി നമ്മൾ 2 years ആയിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നെങ്കിൽ ഇനി അതിന്റെ ആവശ്യമില്ല. പക്ഷേ നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ ഇത് നമുക്കൊരു കംഫർട്ട് സോണിലാവാൻ ഇത് ആവശ്യമാണ്. എന്നാലും അത് നെഗറ്റീവ് പറയുന്ന ടീംസ് ഉണ്ട് കേട്ടോ. അല്ല ഇപ്പൊ ഇതുവരെ പിന്നെ ഇത് കെട്ടാനൊന്നും പോകുന്നില്ല, അങ്ങനെ കെട്ടി കഴിഞ്ഞപ്പോ പിന്നെ കെട്ടിയിട്ട് ഇനി എത്ര എന്നുവെച്ചാ അത് അംഗീകരിച്ച് തരാൻ. ഒരു കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരാള് ഇട്ടിരുന്ന ഒരു കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൻ ചതിച്ചില്ലല്ലോ, അവൻ കെട്ടിയില്ലേ, പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം, അത്രേ ഉള്ളൂ. അങ്ങനെ പറയുന്നു, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സത്യമാണത്. ആൾക്കാർ പല വിധത്തല്ലേ, ഓരോരുത്തർ ഓരോ തരത്തിൽ ചിന്തിക്കുന്നു. ഇവളെയും കളഞ്ഞിട്ടോ ഇതായിരുന്നു തുടക്കത്തിൽ മുതൽ ആൾക്കാർ പറഞ്ഞു. ഇവന് തന്നെ പണി പറഞ്ഞിട്ട് ഇതിപ്പോ കൂടി വന്നാൽ 2 വയസ്സാണ്. എടോ 2 വർഷം 2 വർഷത്തോളം നമ്മൾ ഒന്നിച്ച് നിന്നതിന് ശേഷമാണ് ഈ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ പിന്നെ ഇനിയുള്ള 2 മാസമാണ്. എന്ത് പറയാൻ, ആൾക്കാർ പലവിധം. ഇത് ശരിക്കും അത് പറഞ്ഞൊരു പോയിന്റ്. ഇപ്പൊ നമ്മള് കുറെ നാള് ഡേറ്റ് ചെയ്തിട്ട് അതായത് ലിറ്ററലി തേച്ചിട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട്, ചതിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോ 2 വർഷം ഒന്നിച്ച് ജീവിച്ച് നിങ്ങളുടെ എല്ലാ ഇമോഷൻസും മൊമെന്റ്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാക്സിമം അറിഞ്ഞു, എന്നിട്ട് കല്യാണം കഴിക്കാൻ എനിക്ക് ആക്ച്വലി ഞാനും വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ച് ലിവിങ് റിലേഷൻ ഒക്കെ നിന്ന് നോക്കിയിട്ട് കല്യാണം കഴിക്കാം. എടുത്ത് ചാടി കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരൊറ്റ കാര്യമുള്ളൂ, വെറും മനുഷ്യന്റെ മനസ്സിനെ. സത്യം ഇല്ലേ? അത് മാത്രം കണ്ടുപിടിക്കാനുള്ള ഒരു യന്ത്രം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എന്താ പീരിയഡ് ടൈം വരെ കണ്ടുപിടിക്കാനുള്ള യന്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫ് വെച്ച് കളിക്കുമ്പോൾ നമ്മൾ കെയർഫുള്ളി അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മതി. അതിനകത്ത് കിട്ടുന്ന മറ്റേ കുറ്റവും ഗുണവധികാരവും നമ്മള് നോക്കണ്ട. അത്രേ ഉള്ളൂ. നോർമലി പറ്റുമെന്ന് നമ്മൾ നോക്കിയിട്ട് പറ്റുന്നതാണെങ്കിൽ മുമ്പോട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെ പിരിയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടല്ലോ. അതോ നമ്മളിപ്പോ ഒരാളെ പ്രേമിക്കുന്ന സമയത്ത് പലതും ഹൈഡ് ചെയ്തിട്ടായിരിക്കും നല്ല വശങ്ങൾ നല്ലവൻ. അത് ഒന്നിച്ച് നിൽക്കുമ്പോഴേ ഈ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയും എന്ന് പറയുന്ന പോലെ അറിയണമല്ലോ. ഇപ്പൊ ദേഷ്യം വരുമ്പോ ജിഷേണ് ഭയങ്കര അൺസൈക്കബിൾ ആയിട്ടുള്ള ഒരു മാൻ ആകാറുണ്ട്. ബിഗ് ബോസ് കണ്ടില്ലേ? അത് ഞാൻ ഇതിനോട് കാണിച്ചല്ലേ, വാടാ തന്നെയാണ്. അത് എന്റെ കയ്യിൽ നിൽക്കൂല, അതെന്തോ അത് അങ്ങനെ അങ്ങ് കടന്നു പോയതാണ്. നീ അത് അവിടെ അതിന്റെ ഇതിലാന്ന് വിചാരിച്ചിട്ടാ, പക്ഷെ ഇവക്കറിയാം. അതായത് അത്ര സമയം നമ്മള് കൂളായിട്ട് കാണുന്ന, രാവിലെ എഴുന്നേക്കുന്നു, നല്ല ഫുഡൊക്കെ വെക്കുന്നു. ഒരു മനുഷ്യന്റെ ഒരു സൈഡ് അതാണ്. ഈച്ച് ആൻഡ് എവരിബഡി എല്ലാവർക്കും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. എല്ലാവരും പോസിറ്റീവ്സ് ഉള്ളവരല്ല, എല്ലാവർക്കും നെഗറ്റീവ് സൈഡുകളുണ്ട്. ചിലർക്ക് അത് ലൈറ്റർ വേർഷനിലായിരിക്കും, ചിലർക്ക് അത് മേളിലായിരിക്കും കുറച്ച്. ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ചേട്ടന് നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. നമ്മൾ നല്ല വശങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മോശം വശങ്ങളെ എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് നമ്മൾ ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ചില ചേട്ടൻ ദേഷ്യപ്പെടുമ്പോ ഞാൻ പറയും എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റില്ല. ചേട്ടൻ ആദ്യമൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ അറിയണം
നമ്മൾ അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമുക്കൊരു എക്സ്ക്യൂസ് കൊടുക്കാം. എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തും ചെയ്യും, അത് പാടില്ല. എനിക്ക് എത്ര ദേഷ്യം വന്നാലും ഞാൻ ഇത്ര വരെ പോളും, നമ്മൾ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യണം. അല്ല അത് അങ്ങനെ വരുമ്പോഴേ നീ അത് താഴേക്ക് വരുള്ളൂ. കണ്ടിട്ടുണ്ടാവും ബിഗ് ബോസിൽ തന്നെ ഇങ്ങനെ എന്ത് ഇതുണ്ടായി കഴിഞ്ഞാലും അന്ന് തന്നെ നമ്മൾ അത് തീർത്തിട്ട് കഴിയുന്നതും തീർത്ത് ഓക്കെ ആക്കിയിട്ടേ ഞാൻ വിടാറുള്ളൂ. അതിപ്പോ അവിടെ കഴിഞ്ഞത് നമ്മൾ ഇപ്പൊ തമാശയാക്കി പറഞ്ഞു, പക്ഷെ അത് തമാശ അല്ലായിരുന്നു അവിടെ. അത് പിന്നെ ഞാൻ തമാശയാക്കി എന്ന് വെച്ചാൽ പിന്നെ അതിലേക്ക് അത് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാല് അത് പോയി നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന സാധനമാണ്. ഫാമിലി ലൈഫിൽ എന്ന് പറയുമ്പോൾ അതേ മെന്റാലിറ്റിയിൽ ഞാനും നിന്ന പുള്ളി പിന്നീട് ഓക്കെ ആവുമ്പോൾ ഞാൻ പിന്നെ ഓക്കെ ആവാതിരുന്ന അത് സോൾവ് ആവില്ല. അവിടെ അങ്ങനെ വരുമ്പോഴാണ് അത് ആ പ്രശ്നം പരിഹരിക്കപ്പെടാതെ പ്രശ്നത്തിന്മേൽ പ്രശ്നങ്ങളായി ലാസ്റ്റ് സെപ്പറേറ്റ് ആകേണ്ടി വരുന്നത്. എവിടെയും ബാലൻസ്ഡ് ആകണം എല്ലാ കാര്യവും. അല്ലാണ്ട് ദേഷ്യപ്പെടരുതെന്ന് പറയുന്നതിൽ കാര്യമില്ല. എല്ലാ വികാരങ്ങളെയും പോലെ ഒരു വികാരമാണ് ദേഷ്യം. അതെല്ലാ മനുഷ്യനുണ്ട്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ കൂടിയ വേർഷനും കുറഞ്ഞ വേർഷനും ഒക്കെ ആയിരിക്കും. അതുകൂടി അക്സെപ്റ്റ് ചെയ്തിട്ട് ഉള്ളതാണ്. എനിക്കും ദേഷ്യം വരാറുണ്ട്. എനിക്ക് പീരീഡ് ടൈമില് അതെങ്ങനെയാണെന്നറിയില്ല. ആ ടൈം നമ്മള് കറക്റ്റ് 2 ദിവസം മുതൽ തുടങ്ങും. ആദ്യമൊക്കെ ഇന്നിപ്പോ ഞാൻ രാവിലെ ദേഷ്യപ്പെട്ടു, ഇന്നലെ ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പൊ ചേട്ടാ ഇന്ന് രാവിലെ ഞാൻ ദേഷ്യപ്പെട്ടു, ചേട്ടൻ ചോദിച്ചു നിനക്ക് ഡേറ്റാ പറയാ. അതാണ് മനസ്സിലാക്കല്. അതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കല്. ഇപ്പൊ അത് മനസ്സിലാക്കി തുടങ്ങി. സമയമായിട്ടുണ്ട്, അപ്പൊ നമ്മളത് എന്നുള്ളത് ഈ സമയത്ത് ഞാൻ കൺട്രോൾ ചെയ്യില്ല. എനിക്ക് പറ്റൂല. ഞാൻ പറഞ്ഞ് നോർമലായിട്ടിരിക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി ചേട്ടാ അതെന്റെ കയ്യിലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചേട്ടൻ ദേഷ്യം വരുമ്പോ ഉള്ള ചേട്ടൻ എന്റെ അടുത്ത് പറയാറുണ്ട് എന്റെ കൺട്രോളിലല്ല എന്ന് പറയുമ്പോ എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. നമുക്കുണ്ട് സെയിം സിറ്റുവേഷൻ സംടൈംസ്. അപ്പൊ അത് കല്യാണത്തിലേക്ക് എത്തിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 2 വർഷമായിട്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നു. അപ്പൊ പല ഘട്ടങ്ങളിലും ഈ പറയുന്ന നമ്മൾ തല്ലിപ്പിരിഞ്ഞ് പോകേണ്ട ഘട്ടങ്ങളുണ്ട്. തല്ലിപ്പിരിഞ്ഞ് പോകേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ തല്ലുണ്ടായാലും വഴക്കുണ്ടായാലും ഇത് എന്നെ വിട്ട് പോകില്ല എന്ന് എനിക്കും ഇവൾ എന്നെ വിട്ട് പോകില്ല എന്ന് എനിക്കും ബോധ്യമായതിനു ശേഷമാണ് ഞങ്ങൾ ഈ കല്യാണത്തിലേക്ക് പോയത്. ബിഗ് ബോസ് കഴിഞ്ഞ് വന്നോണ്ടേ ബിഗ് ബോസിൽ ഞാനത് സർപ്രൈസ് ആയിട്ട് ബിഗ് ബോസിൽ ഇവളെ പോലും പറയാതെ ഞാൻ 1-2 ആളടുക്ക് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബിക്ക് അങ്ങനെ 2 പേർക്ക് അറിയായിരുന്നു ഇങ്ങനെ എന്റെ മൈൻഡിൽ ഉണ്ടെന്നുള്ളത്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് അറിയായിരുന്നു. 1-2 പേർക്ക് അറിയായിരുന്നു. എനിക്കൊന്ന് ലക്ഷ്മിക്ക് അറിയായിരുന്നു. പിന്നെ അപ്പോ ഇത് ഞാൻ പിന്നെയാണ് ഞാൻ ഇവിടേക്ക് റിവീൽ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ എനിക്ക് മൈൻഡിൽ പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ആ കൺഫെക്ഷൻ റൂമിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ, പക്ഷെ ഞാൻ നാളെ കഴിയട്ടെ, അടുത്ത ആഴ്ച ആയിരിക്കും ഫാമിലി റൗണ്ട് എന്ന് എനിക്ക് അറിയില്ല. അടുത്ത അപ്പുറത്തെ ആഴ്ച ആയിരിക്കും. അത് എൻ്റെ ഒരു അടുത്ത അപ്പുറത്തെ ആഴ്ച പിന്നെ വരുന്ന ആഴ്ചകളായിരിക്കും. നെക്സ്റ്റ് വീക്ക് ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് വെറുതെ ഞാൻ ഇട്ട് കൊടുത്തേനെ. അവർക്കൊരു കണ്ടന്റ് അല്ലേ, ആ ഒരു കണ്ടന്റ് എന്നെ സംബന്ധിച്ച് കണ്ടന്റ് അല്ല, അവർക്കതൊരു കണ്ടന്റ് ആയതുകൊണ്ട് ചിലപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് അല്ല, എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ആൾക്കാർ കാണുന്നു, അത്ര ആൾക്കാരുടെ ആ ഒരു തെറ്റിദ്ധാരണ ഇവരിങ്ങനെയാണല്ലോ ജീവിക്കുന്നത് എന്നുള്ള ആ തെറ്റിദ്ധാരണ അവിടെ വെച്ച് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ടു ബി ഫ്രാങ്ക് എനിക്ക് അങ്ങനെ നടക്കാതിരുന്നതിൽ സന്തോഷമുള്ളൂ. അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന സ്ഥലം. ചേട്ടൻ അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ നടക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിയിൽ നീ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണോടാ കല്യാണം കഴിക്കുന്നത് എന്ന് വന്നിട്ട് കമന്റ് ഇട്ടത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞു, എന്നെ സംബന്ധിച്ചത് കണ്ടന്റ് അല്ലായിരുന്നു, പക്ഷെ ആഗ്രഹമായിരുന്നു ചേട്ടന്റെ. എന്താ അപ്പൊ ഗുരുവായൂർ അമ്പല നടയിൽ പോയി താലി ചാർത്താമെന്ന് തോന്നിയത്? എന്തായിരുന്നത്? അതെ അതെ, ഗുരുവായൂരപ്പൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫിൽ എനിക്ക് ഒഴിവാക്കാനാകാത്ത, ഒഴിച്ചുകൂടാനാവാത്ത ഉപ്പെന്ന് പറയണ പോലത്തെ ഉപ്പില്ലെങ്കിൽ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലല്ലോ. അതുപോലെ തന്നെ എനിക്ക് ഗുരുവായൂരപ്പൻ ഇല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഒന്നിനും ഒരു ഇതുണ്ടാവില്ല. അത്രയും ഞാൻ ഡിവോട്ടിയാണ്, ഭയങ്കര ഡിവോട്ടിയാണ്. ഞാനൊരു അമ്പലവാസിയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഭക്ത ഫുൾ ടൈം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളല്ല. ദൈവവിശ്വാസമുണ്ട്. വല്ലപ്പോഴും അമ്പലം കാണുമ്പം അമ്പലത്തിൽ തൊഴുതു അകത്തുപോലും കയറുന്ന ഒരാളല്ല. ലൈക്ക് എനിക്ക് ഷർട്ടൂരിട്ട് അമ്പലത്തിനകത്ത് കയറുന്ന ഇഷ്ടമല്ല. പക്ഷെ ഇവളെ കൂടെ അങ്ങനെയാണ്. അപ്പം ഞാൻ പലപ്പോഴും പറയും, എന്തുകൊണ്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സ്ത്രീകള് ഷർട്ടൊന്നും അയച്ചിട്ട് അല്ലല്ലോ അവർ കയറുന്നത്, എന്നാൽ നമുക്ക് മാത്രം ഈ ഷർട്ട് അയച്ചിട്ട് കയറേണ്ട അതെന്താ, അത് മോശമായിട്ടുള്ള ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന് പിന്നെ ഞാൻ അതിനെനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കിട്ടിയിട്ടില്ല.
എന്നാലും ഒരു ഏറെക്കുറെയുള്ള ഉത്തരങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ എന്തോ പുരുഷന്മാരുടെ സ്ത്രീകൾക്ക് അനുഗ്രഹം നെറ്റിയിലും പുരുഷന്മാർക്ക് ഇവിടെയും അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ വശങ്ങൾ എനിക്കറിയില്ല, അറിയാതെ നമ്മൾ പറഞ്ഞാൽ തെറ്റായി പോകും, അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു, അത് അവിടുത്തെ ഒരു ആചാരമാണ്. നമ്മളിപ്പോ അവിടെ ചെല്ലുന്ന ഇപ്പൊ അവിടെ ചെല്ലുമ്പോ കണ്ടിട്ടുണ്ടോ പുരുഷന്മാര് കൈ പൊക്കി ഇങ്ങനെ തൊഴും, പക്ഷെ നെഞ്ചിലേക്കാണ് ഇത് കിട്ടണം എന്നാ പറയാ. സ്ത്രീകളാണ് ഇങ്ങനെ തൊഴുക. സ്ത്രീകൾ കൈപൊക്കി തലേന്റെ മുകളിൽ വെച്ചിട്ട് തൊഴത്തില്ല. ശരിയാ, പുരുഷന്മാരെങ്ങനെ അതെന്തോ ഒരു റിലേറ്റഡ് ഉണ്ട്. അതുകൊണ്ടാണ് കുറെ പഠിക്കാറുണ്ട്, കുറെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതും അങ്ങനെ കുറെ കാര്യങ്ങൾ. പക്ഷെ എനിക്കതൊന്നുമല്ല, എനിക്കത് ഇപ്പോഴും ആക്സെപ്റ്റബിൾ അല്ല. ഷർട്ട് വെച്ച് കയറുന്നത്. പക്ഷെ ഞാൻ കയറുന്നത് ഇവക്ക് വേണ്ടിയാ. ഇവൾക്ക് ഞാൻ ഒരു പ്രാവശ്യം സീനേ അല്ല, ഭയങ്കര സീനായിരുന്നു ആദ്യം. ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു. ഇപ്പൊ മൈൻഡിൽ അത് ഉൾക്കൊണ്ടിട്ടില്ല. ഈ ഷർട്ട് ഊരിട്ട് അമ്പലത്തിൽ കയറുക എന്നുള്ളത് ഉൾക്കൊണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കയറുന്നത് അവർക്ക് വേണ്ടി. നമ്മൾ കാണുന്ന ദൈവത്തിൽ കാണാൻ വേണ്ടി പോകുന്ന ഓരോ അമ്പലങ്ങളിൽ ഓരോരോ ചിട്ടകളുണ്ടാവും. അത് നമ്മൾ മാനിക്കുക അല്ലേ. അത് പറ്റില്ല, ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് കയറുന്നുണ്ടെങ്കിൽ അവിടെ എന്താ അർത്ഥം? ഇപ്പൊ ഗുരുവായൂർ തന്നെ പലരും പറയാറുണ്ട്, ലാലേട്ടൻ വരുന്നു അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ വരുന്നു, അവർക്ക് ഒക്കെ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്താ? അവർ മനുഷ്യരല്ലേ, നമ്മളും മനുഷ്യന്മാരല്ലേ, അവർക്ക് എന്താണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം ഇവള് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗുരുവായൂർ കണ്ണൻ, ഗുരുവായൂർ അപ്പൻ, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ ഒരു പരിപാടി നടക്കില്ല. ഞാൻ കേട്ടേക്കണ ഗുരുവായൂരപ്പൻ അറിയാതെ അവിടെ ഒരു ഇല പോലും അനങ്ങില്ലെന്നാണ് വിശ്വസിക്കുന്നവർക്ക്. വിശ്വസിക്കാത്തവരുടെ കാര്യമല്ല കേട്ടോ, വിശ്വസിക്കുന്നവരുടെ മാത്രം കാര്യമാണ് പറയുന്നത്. ഒരില പോലും അനങ്ങുന്നില്ല. അപ്പം അവിടെ ഓരോരുത്തരും എങ്ങനെ വന്ന് എങ്ങനെ തൊഴണമെന്നും പുള്ളി തന്നെയാണ് നിശ്ചയിക്കുന്നത്. അപ്പൊ ഒരാൾക്ക് അതിന്റെ അകത്തേക്ക് എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആൾ അത്രയും പ്രിയപ്പെട്ട ആളാണ്, അത്രയും ഓറയുള്ള ഒരാളാണ്. ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രിയപ്പെട്ട ആളാണ്. അവർക്ക് പ്രയോറിറ്റി കൂടുതൽ കിട്ടും. അപ്പൊ വേറൊരു കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ എന്റെ അമ്മ ഭയങ്കര വിശ്വാസിയാണ്. അമ്മ എല്ലാ ദിവസവും രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ 3 മണിക്ക് തൊഴാൻ പോകുന്ന ഒരാളാണ്. ഇപ്പം ഏജ് ആയിപ്പോ ഒരു മാസമായിട്ട് അമ്മ പോകുന്നില്ല, അമ്മയ്ക്ക് ഷുഗർ ഒക്കെ വന്നിട്ട് പറ്റുന്നില്ല. രാവിലെ 3 മണി 4 മണിക്ക് അമ്മ അവിടെ എത്തിയിരിക്കും രാവിലെ തൊഴാൻ. അങ്ങനെ പോകുന്ന ഡെയിലി വരുന്ന ആൾക്കാർക്ക് ഇവരൊരു കാർഡോ കൂപ്പണോ എന്തോ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇനി എന്ത് വലിയ തിരക്കുള്ള ഉത്സവമായാലും ഇവർക്കൊരു സ്പെഷ്യൽ എൻട്രി ഉണ്ട്. അതായത് ഡെയിലി നിത്യവും വരുന്ന ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ പരിഗണന. അവരുടെ കാറ്റഗറി നോക്കിയിട്ടോ റിച്ച്നെസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ബാക്കി ഒന്നും നോക്കിയിട്ടല്ല അത് കൊടുത്തിരിക്കുന്നത്. എന്നും രാവിലെ തൊഴാൻ വരുന്നവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പരിഗണന. ഓക്കെ, അങ്ങനെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ താലി ചാർത്തിയത്. അത് പല രീതിയിലുള്ള വിശ്വാസങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും ചിലപ്പോൾ നമ്മൾ പറഞ്ഞു ഉൾക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഇപ്പൊ താലി കെട്ടിയിട്ട് ഇപ്പോ കുറെ പേരുടെ ആഗ്രഹമായിരിക്കും ഈ പറഞ്ഞ പോലെ ഗുരുവായൂർ അമ്പലനടയിൽ ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്ന് താലി ചാർത്ത സിന്ദൂരം തൊട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് കുറെ പേർക്ക് ഭയങ്കര ഡ്രീം ആയിട്ട് കൊണ്ട് നടക്കുന്ന കാര്യം. താലി കെട്ടിക്കഴിഞ്ഞ ആ ചേച്ചിനോടാണ്, താലി കെട്ടിക്കഴിഞ്ഞ ആ ഒരു മൊമെന്റിൽ എന്താ ഫീൽ ചെയ്തത്? അതെന്താന്നാലും സംഭവം ഇങ്ങനെ 2 വർഷം ഒന്നിച്ച് താമസിച്ചു, കല്യാണം എല്ലാം അറിയാം, പക്ഷെ എന്നാലും ആ ഒരു മൊമെന്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഭഗവാന്റെ അത് എനിക്ക് പൊതുവേ ഗുരുവായൂരപ്പനെ കണ്ടാൽ തന്നെ എനിക്ക് കണ്ടു അറിയും. അതെന്താ അറിയില്ല. തലേദിവസം നമ്മൾ അവിടെ നിന്ന് തൊഴുകപ്പോഴും ഞാൻ ഭഗവാനെ കണ്ടിട്ടുണ്ട്, കൊണ്ടുവന്ന് എനിക്ക് ഇങ്ങനെ ഒഴുകുമായിരുന്നു. അത് കരയണമല്ല, പക്ഷെ അതിങ്ങനെ വരും, അത് അറിയില്ല. കാരണം ഒരു ഗ്യാപ്പായി. ഒരു 3 months ശേഷം ഞാൻ അവിടെ പോകുന്നത്. മാക്സിമം ഞാൻ എവരി മന്ത് പോവാറുണ്ട്. അപ്പൊ കുറച്ചൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇത്തവണ പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് തൊഴാൻ പാടില്ല, അതുകൊണ്ട് തലേദിവസം നമുക്ക് അങ്ങനെയുണ്ട് അവിടെ. കല്യാണം കഴിഞ്ഞിട്ട് അകത്ത് കയറി തൊഴാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തലേദിവസം ഞങ്ങള് കയറി തൃപ്പുക കണ്ട് തൊഴുതു. അടുത്ത് നിന്ന് കൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങും, എഴുന്നള്ളിച്ച് ഫ്രണ്ടിൽ നിന്ന്. അപ്പൊ എനിക്കിങ്ങനെ എനിക്ക് ഓരോ പ്രാവശ്യം അത്രയും ഭംഗിയിൽ തൊഴാനൊക്കെ പറ്റുമ്പോ എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഭഗവാൻ എനിക്ക് അതിനുള്ളൊരു അവസരം തരുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കത് സങ്കടം വരും പെട്ടെന്ന്, സങ്കടവും സന്തോഷവും. എന്നിട്ട് ശരിക്കും ഞാൻ ഇന്നലെ വീട്ടിൽ വന്നിട്ടും ചേട്ടൻ ഡബിങ്ങിന് പോയപ്പോ എനിക്ക് എന്റെ വീട്ടില് ഉള്ള കൃഷ്ണന്റെ മുഖത്ത് നോക്കുമ്പോഴും എനിക്ക് ഞാൻ തന്നെ പറയുന്നത് സന്തോഷം കൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് സങ്കടം വരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. എന്താ ഇത് ഭയങ്കര, അതായത് അതായത് കുറച്ച് പേര് മതി, ഈ ഒരു സിമ്പിൾ ആയിട്ട് നടത്തിയാൽ മതി, ഞങ്ങളുടെ ഒരു സമാധാനത്തിന് ചെയ്യുന്നതാണ്, അങ്ങനെയാണോ? അതെ. ആക്ച്വലി സിമ്പിൾ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇതിലും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ഒരു അമ്പലത്തിൽ പോയി താലിയിടുക, ആരോടും പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിന് മുമ്പ് നമ്മൾ എന്തായാലും ഒരു നല്ല കാര്യം ചെയ്യില്ലേ, ഒന്നും സമയം നോക്കിച്ചപ്പോ അവര് പറഞ്ഞു ഗുരുവായൂരിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു.
അത് പിന്നെ അങ്ങനെ തന്നെ വരുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. എന്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ വരുള്ളൂ. നമ്മൾ അത്രയും ഫേവറേറ്റ് ആയിട്ട് ഒരാളടുത്ത് നിൽക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ വരിക. അങ്ങനെ അവിടെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെയാണ് നമ്മൾ അതൊരു എനിക്ക് ഗുരുവായൂർ ഒരു സുഹൃത്തുണ്ടായിരുന്നു. നമ്മളെപ്പോഴും പോകുമ്പോൾ അവിടെ ദേവസ്വത്തിലുള്ള അദ്വൈത് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അദ്വൈതിൻ്റെ അടുക്ക പറഞ്ഞപ്പോൾ അവ പറഞ്ഞു ഇങ്ങനെയാണ് ഇതിന്റെ റൂട്ട്, നിങ്ങളിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ ബുക്ക് ചെയ്താൽ മതി, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അതിൽ ബുക്ക് ചെയ്ത് ക്യാമറ എല്ലാ കാര്യങ്ങളും പിന്നീട് നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു ചെറിയ രീതിയിൽ. നമ്മൾ ഇൻഡസ്ട്രിയിൽ അങ്ങനെ അധികം എന്ന് വെച്ചാൽ ഒരാളെ വിളിക്കുമ്പോൾ വേറെ ആളെ വിളിച്ചിരുന്ന് പരാതി വരും. അപ്പൊ വിളിക്കാനാണെങ്കിൽ കുറെ പേരെ വിളിക്കേണ്ടി വരും. അതങ്ങ് ഒഴിവാക്കി പറഞ്ഞു, ക്ഷണിച്ചിട്ടില്ല. ഒന്നോ രണ്ടോ പേരെ മാത്രമേ വിളിച്ചിരുന്നു, ഭാഗ്യത്തിന് അവർക്ക് വരാനും പറ്റില്ല. വന്നാലും പരാതി വരും. നീ തന്നെ പറയുണ്ടായിരുന്നു, നീ വന്ന അവിടെ തന്നെ നമ്മളൊക്കെ ചോദിക്കണായിരുന്നു, നീ എന്തോട്ടാ ചോദിക്കായിരുന്നു, വേറെ ആരെയും വന്നിട്ടില്ല, എന്നെ മാത്രം വിളിക്കായിരുന്നു. അത് ഒരു നന്നായി. അപ്പം നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒരു 3-4 ഫാമിലീസ് മാത്രമാണ് വന്നത്. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലിവിങ് റിലേഷൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല. പക്ഷെ കുറെ, അതായത് ഈ പറഞ്ഞ ഫേസ്ബുക്ക് കാറ്റഗറിയിൽ അല്ലാത്ത ആളുകൾക്കൊക്കെ ഇതൊക്കെ ഓക്കെ ആണ്, നമ്മളെല്ലാം കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും സ്നേഹിക്കുന്നു, ഒന്നിച്ച് ജീവിക്കുന്നു, അതിനിപ്പോൾ എന്താ അവരുടെ ഇഷ്ടമല്ലേ എന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് ഇത് ഫൈനലി ഇപ്പോൾ നിങ്ങൾ 2 വർഷം ഒന്നിച്ച് ജീവിച്ചു, കല്യാണം കഴിച്ചല്ലോ. ഇപ്പൊ കുറെ പേർക്ക് ഒരു വിചാരം ഉണ്ടാവും, ലിവിങ് റിലേഷനിൽ കല്യാണം കഴിക്കേണ്ട നിർബന്ധമില്ല, അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. അപ്പൊ ഈ കല്യാണം കഴിച്ചപ്പോ എന്താ ഒരു സൊസൈറ്റിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം? സൊസൈറ്റി ലിവിംഗ് റിലേഷൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ ഇന്റർവ്യൂസ് അന്നത്തെ ഇന്റർവ്യൂവിലും കുറെ കമന്റ്സ് വന്നിട്ടുണ്ടോ, ഞങ്ങളും ലിവിംഗ് റിലേഷനിലാണ്, അതിനിപ്പോ എന്താ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ. പെട്ടെന്ന് നിങ്ങൾ കല്യാണം കഴിക്കുമ്പോ അവർക്കൊരു ടെൻഷൻ ആവില്ലേ, അയ്യോ ഞങ്ങൾ കെട്ടണോ? അതെ, അല്ല ആക്ച്വലി നമ്മള് ലിവിംഗ് റിലേഷൻ ഒന്നും അല്ല. ഞാൻ ഇതിനു മുമ്പ് കൊടുത്ത ഏതോ ഒരു ഇന്റർവ്യൂവിൽ ആരോ ഒരാൾ ചേട്ടൻ്റെ അടുത്തുള്ള ഇതിൽ ചോദിച്ചു, പുള്ളി ഡിസൈഡ് ചെയ്തു ഇത് നമ്മുടെ റിലേഷൻ സിറ്റുവേഷൻഷിപ്പാണ്, സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളുടേത് സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള റിലേഷൻ ആണ്. പക്ഷേ സിറ്റുവേഷൻഷിപ്പിൽ അവരുദ്ദേശിക്കുന്ന സിറ്റുവേഷൻഷിപ്പ് അല്ല ഞങ്ങളുടേത്. അതായത് മുതലെടുക്കൽ പരിപാടി അല്ല ഞങ്ങളുടേത്. ഞങ്ങൾ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഒരുമിച്ചായ ആൾക്കാരാണെങ്കിൽ പോലും മുതലെടുക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്നവരല്ല. അത് ഒരുമിച്ച് നിൽക്കാം, ജീവിക്കാം, എന്തൊക്കെ കൂടുതലുകളും കുറവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അതെങ്ങനെ ക്ലിയർ ചെയ്യാം, എന്നിട്ട് അതെങ്ങനെ ഒരു നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അത് ട്രൈ ചെയ്ത് പ്രോഗ്രസ് ഉണ്ടായി അത് ഇവിടെ വരെ എത്തി. അല്ലാണ്ട് ഇവരുദ്ദേശിക്കുന്ന സിറ്റുവേഷൻഷിപ്പും അല്ല. ലിവിംഗ് റിലേഷനിലായെങ്കിൽ പോലും നമ്മൾ ഇതിനു വേണ്ടി തന്നെയാണ് ലിവിംഗ് റിലേഷനിൽ ബിഫോർ നിന്നത്. അല്ലാണ്ട് ലിവിംഗ് റിലേഷനിൽ നിന്ന് 3 വർഷം 4 വർഷം നിന്നിട്ട് ഒരാളെ തേച്ചിട്ട് അടുത്ത ലിവിംഗ് റിലേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. എപ്പോഴും നമ്മളുടെ ഇന്റൻഷൻ പ്യുവർ ആയിരിക്കണം. അത് പ്യുവർ ആയിരിക്കണം. നമ്മുടെ ഇന്റൻഷൻ ഉള്ളിന്റെ ഉള്ളിലുള്ളൊരു സാധനം കുറെ ദിവസം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിത്തീരും. അത് ലിവിംഗ് റിലേഷനിലുള്ള പലർക്കും ഉള്ള ഒരു ചിന്താഗതി അതാണ്. ഇത് ഇപ്പം മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് എപ്പോഴും അടിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോകാനോ എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ കിടപ്പുണ്ടാവും. അതെ, അതൊരു മൈക്രോ ചീറ്റിംഗ് അല്ലേ. ആ മൈൻഡിൽ ആ ചിന്താഗതി ആ ചിന്ത ഇല്ലാതെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ആ ഒരു താലികെട്ടിനെ കൊണ്ട് സാധിക്കും. ആ ലിവിംഗ് റിലേഷനിലുള്ളവരോടുള്ള ഒരു ഇതാണ്. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പൊ ഈ കാണുന്നവരിൽ കുറെ പേരുണ്ടാവും, ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു സാധനം കിടപ്പുണ്ട്. ഏത് നമ്മള് ലീഗലി മാരീഡ് ഒന്നുമല്ലോ, എപ്പോ വളകുന്ന അവക്ക് അവളെ പാട്ടിന് പോവാ, എനിക്ക് എന്റെ പാട്ടിന് പോവാ എന്നുള്ളൊരു ചിന്താഗതി ആ ചിന്താഗതി പൂർണ്ണമായി തുടച്ചു മാറ്റാൻ ഈ ഒരു താലികെട്ടിനെ കൊണ്ട് കഴിയും. പക്ഷെ ഇതല്ലാണ്ട് തന്നെ ഒരുപാട് വർഷം ഒന്നിച്ച് ഇപ്പോഴും ലിവിംഗ് റിലേഷൻ കുട്ടികളായ ആൾക്കാരുണ്ട്. അത് അവരുടെ ഒരു ചിന്താഗതി അതാണ്. ഓക്കെ, എന്താണ് ഇപ്പൊ ലിവിംഗ് റിലേഷൻഷിപ്പ് നിന്നും മാരേജിലേക്ക് വന്നപ്പോ എന്തൊക്കെ അത് 2-3 മാസമായിട്ടുള്ളൂ, പക്ഷെ എന്നാൽ എന്തെങ്കിലും ഒരു ഉള്ളിനുള്ളിൽ എന്തെങ്കിലും ഒരു ഫീലിങ്സോ ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നു? ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ആൾക്കാർ നമ്മളെ കൺസിഡർ ചെയ്യുന്ന രീതി തന്നെ മാറിയില്ലേ. പക്ഷെ യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ വെയറിംഗ് താലി ആൻഡ് സിന്ദൂരം. അല്ല, മെഹന്തി ഒക്കെ ഇട്ടിട്ടേ കല്യാണം കഴിക്കലേ ഒരു ഗ്ലോ ഉണ്ട്, ഒരു ബ്രൈഡൽ ഗ്ലോ ഉണ്ട്. മെഹന്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് തലേ ദിവസം രാവിലെ വൈകുന്നേരം 7 മണി 8 മണി ആയപ്പോഴേക്ക് നമ്മള് റൂമിലേക്ക് നമ്മളെ റൂമിൽ നിന്ന് ഇവിടെ ഈ മെഹന്തിന്റെ ആള് വന്നിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ പോണം.
ബോഡിക്ക് നമുക്ക് നാളെ കൊണ്ട് ഇത് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെയും പിടിച്ചിട്ട് നടക്കും. ഞാന് പോകണമെന്ന് വെച്ചാൽ ഞാന് ഇവളുടെ ബാഗ് തൊടാൻ പറ്റില്ല, ബാഗ് ഞാൻ എന്റെ കയ്യില്, വണ്ടി ഡോർ തുറന്നു കൊടുക്കുക, മറ്റേ പുലിവാൽ കല്യാണത്തിന് പറഞ്ഞ സെയിം സാധനം മുഴുവൻ. പിന്നെ ബാഗ് എടുത്ത് ഡോർ തുറന്ന് വണ്ടിയിലുള്ള കയറണമെങ്കിൽ പിടിച്ച് കയറ്റണം. പിടിച്ച് കയറാനൊന്നും പറ്റില്ലല്ല, പിടിച്ച് കയറ്റി ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്ത് ഇത്ര ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അമ്പലത്തിലേക്ക് പോകുന്നു. അവിടെ ഞാൻ പാർക്കിംഗ് എടുത്ത് നിർത്തി കൊണ്ടുപോയി പാർക്ക് നിർത്തി. ഇവിടെ താഴെ വെയിറ്റ് ചെയ്യുന്നു. അവിടെ തിരിച്ചു വരുമ്പോ ദേഷ്യാവുന്നു. അല്ല അത് മെയിലേക്ക് വരില്ല. കേക്ക് ഇത് പിടിച്ചിട്ട് ഈ ബാഗും പിടിച്ചിട്ട് നിൽക്കുന്നു. ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് താഴെ വന്ന് പിന്നെ ഇവിടെ പിടിച്ച് ബാഗ് കൊണ്ട ചേട്ടാ എന്റെ പാന്റ് നിലത്ത് മുട്ടുന്നത് ഇതൊന്ന് ഞാൻ പിടിച്ച ഒറ്റാവലി ചേട്ടാ പാന്റാണ് കേട്ട നിങ്ങൾ മൊത്തം പിടിച്ച് കയറ്റി ആലോചിക്കണം. ഇത് ചെളിയുണ്ടല്ലോ, അപ്പൊ ഇത് കുറച്ചൊന്ന് താഴ്ത്തോ. ഞാൻ പറഞ്ഞ പിന്നെ താഴ്ത്ത ആൾക്കാർ കാണും നിങ്ങൾ. ഞാൻ ഇതും പിടിച്ച് എന്തായിട്ടായിരുന്നു ഇവളുടെ ബാഗും പിടിച്ചിട്ട് ഇവള് ഫ്രണ്ടില് കൈയും വീശി നടക്കും. ഞാൻ പുറകില് ബാഗും തൂക്കി വരൂലേ. ഞാൻ ചോദിക്കട്ടെ, കാണുന്നവര് മുഴുവൻ ഇതാ മറ്റേ ബിഗ് ബോസിന്റെ ജിഷ്ണല്ലേ ഇത് ബാഗ് ബാഗാ ഇത് കണ്ടാ അവള് കൈയും വീശി ഇറക്കും. നാണമില്ലേ ഇവന്? എത്ര പേരെ അറിയാം നോക്കുന്നത്. അവിടെ ഉള്ളിൽ ചെന്നിട്ട് ഗുരുവായൂരപ്പന്റെ ഫേസ് എങ്ങനെയായിരുന്നു അറിയാം. നിൽക്കുന്നതാണ് ഗുരുവായൂരപ്പന് വരാൻ കുറ്റം. ഹാൻഡ് ബാഗ് ഇവളിങ്ങനെ അത് എന്നാ പ്രാർത്ഥിക്കണമെങ്കിൽ കൈ കൂപ്പട്ടെ ഇങ്ങനെയൊക്കെ. ഞാൻ ഇങ്ങനെ എന്താ ചേച്ചിയുടെ ആക്കിയത്? നല്ല ഭംഗിയായിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നു. അത് മെയിലീഗോ എന്ന് പറയാൻ പറ്റില്ല. അതൊന്ന് മെയിലീഗോ അത് പിന്നെ ഭാര്യയുടെ ഹാൻഡ് ബാഗ് അല്ലേ ആ സിറ്റുവേഷനിൽ അത് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ഞാൻ അന്നേരം തന്നെ ചേട്ടൻ പറഞ്ഞു കൊടുത്തു. ഞാൻ ഇനി സപ്പോസ് പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ എനിക്ക് ചിന്തിച്ചൂടെ ഞാൻ എന്തിനാ ഇപ്പൊ ഇയാളുടെ കൊച്ചിനെ പ്രസവിക്കുന്നത്, നമുക്ക് രണ്ടുപേർക്കും ഒരാളെ മറ്റേ ഇത് ചെയ്യട്ടെ എന്ന് ചിന്തിച്ചൂടെ? അത് ഫീമെയിൽ ഈഗോ. വയറൊക്കെ തള്ളി പിടിച്ച് ഇങ്ങനെ നടക്കുന്നത് നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും അതിനുശേഷം നമ്മുടെ ബോഡി തന്നെ വേറെ ബോഡിയാവും. അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ വയറ് നമ്മൾ തൂക്കി പിടിച്ചോണ്ട് സഹായിക്കണം. അല്ല വേറെ ആള് വാടക എടുക്കുന്നു, നമ്മുടെ ശരീരം ഒന്നും അനങ്ങാതെ തന്നെ നമുക്ക് കുഞ്ഞിനെ കിട്ടില്ലേ? അതൊക്കെ ചിന്തിക്കാനാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ തന്നെ ഞാൻ ചേട്ടൻ പറഞ്ഞു ചേട്ടാ അതൊക്കെ വെറുതെ ചീപ്പായിട്ടുള്ള ആൾക്കാർ അതൊന്നുകൂടി ശരിയാക്കാനുണ്ട് കേട്ടോ. അടുത്ത ഇന്റർവ്യൂവിന് വരുമ്പോ അമ്മയുടെ ബാഗ് ജിഷിന്റെ വേണം പിടിച്ചിട്ട് ആലോചിക്ക്. വിചാരിക്കില്ലേ നമ്മൾ വിചാരിച്ചോട്ടെ അതിനിപ്പോ എന്താ? എന്നിട്ട് അവസാനം അമ്പലത്തിനുള്ളിൽ കയറുമ്പോഴേ ഞാനിത് അല്ല നീ അമ്പലത്തിൽ കയറിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ കാണിക്കും. ഞാൻ ഈ ഷോൾഡറിൽ ഇങ്ങനെ തൂക്കിയിട്ട് അപ്പൊ ഇതെങ്ങാനും ഷോൾഡറിന് ഇങ്ങനെ വീട് പോയി ഇങ്ങനെ പിടിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു, കഴുത്തിലെ കൂടി ഇങ്ങനെ പൂളിലിട്ട പോലെ ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തു. ബാഗ് നോക്കി ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ ഞാൻ നടന്നു. ആൾക്കാർ ഞാൻ ഓക്കെ നമ്മളെ തിരിച്ചറിയാത്ത ആൾക്കാരാണെങ്കിൽ ഓക്കെ, നമ്മളെ അറിയാത്ത ആൾക്കാർ ശരിയാണെന്നാണ് പറയുന്നത്. 100% തെറ്റാണ്, അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രശ്നം. എന്റെ ബോയ് ഫ്രണ്ട് ഇവിടെ വരുമ്പോ എന്റെ ബാഗ് ഫുൾ പുള്ളിയാ പിടിക്കണം, എന്റെ ലിപ്സ്റ്റിക് പുള്ളിയുടെ അങ്ങനെ ആൾക്കാര് അതൊന്നും ഇതില്ല. ഇനി മുതല് ചേട്ടനെ ഒരു സാധനം ചെയ്തു കൊടുക്കരുത്. ഞാനതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ അതെങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. നല്ല ആളുടെ അടുത്ത് ഇരിക്കുന്നത്. അല്ല ഇന്നലെ അത് കഴിഞ്ഞ് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മള് വരാൻ ഞാൻ ഇത് അവള് വാഷ്റൂമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് വണ്ടിയിൽ
AC ഒക്കെ ഇട്ട് ഓണാക്കി പറയണേ നിന്നെ കംഫർട്ട് ആക്കണ്ടേ, അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നിട്ട് അറിയാത്തോണ്ടായിരിക്കും. ഞാൻ ചെയ്തത് അത് തെറ്റായി പോയാ. AC ഒക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ച് ഞാൻ പറഞ്ഞു ഡോറൊക്കെ തുറന്നു കയറിയിരിക്കും. ഇങ്ങനെയല്ലേ നമ്മൾ കെയർ ചെയ്യണ്ടേ? അതെ, അതെന്താ പറയാ, ചില ആളുങ്ങൾക്ക് ചിലവർക്ക് ഞാൻ അറിയില്ല. പറഞ്ഞ മറുപടി എന്താ അറിയോ, ഓവറാക്കി ചളാക്കി കൊളാക്കാനൊക്കെ വേറെ ഒന്നുണ്ട്, ചില നമ്മള് ഇപ്പോഴും മലയാളികള് എന്താ ചെയ്യാത്ത കുറെ ആൾക്കാർ, കുറെ മെയിലീഗോന്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു ഭാര്യയായിട്ട് ഒരു ഹോട്ടലിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഡോർ തുറക്കുന്നു, ഇവ ഫ്രണ്ടിൽ കയറി ഡോർ തുറന്ന് അങ്ങ് കയറി പോകും. ഈ ബാക്കിൽ വരുന്ന കുട്ടി ഭാര്യയും ഡോറിങ്ങനെ അടയ്ക്കും അല്ലെ. ശരിക്കും ഒരാണ് ചെയ്യേണ്ടത് ആ ഡോർ തുറന്ന് അവരെ കയറ്റിയതിന് ശേഷമേ. അങ്ങനെ ചെയ്തില്ല എന്ന് കരുതിയിട്ടും അല്ല, ഞാൻ പറയാ അങ്ങനെ ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ട്. അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു നമ്മളൊരു രീതിയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അവർക്ക് തുറന്നു കൊടുത്ത് അവരെ കയറ്റി നമ്മൾ കയറി അങ്ങനെ ചെയ്യും. പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തുറന്നിട്ട് അവരെ കയറി പോകും, നടന്നു പോകും, ബാക്കിൽ വരുന്നവർ ആ ഡോറിനടിച്ച് വെക്കും. അതല്ലേ വേണ്ടത്. അപ്പൊ അത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ചെയ്യുന്ന കാര്യം തന്നെ. ബാഗും ആവശ്യം വരുമ്പോ ഭാര്യന്റെ ബാഗ് പിടിക്കാം. ഞാൻ ഇതേപോലെ കണ്ടതാ. ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്തെ ഞാൻ വണ്ടി പിടിച്ച് പോവായിരുന്നു. അപ്പൊ റോഡ് ക്രോസ് ചെയ്യാം, ഒരു കപ്പിളാണ്. അപ്പൊ വൈഫിന്റെ കയ്യില് ആളുടെ ഹാൻഡ് ബാഗ് ഉണ്ട്, എന്തോ പർച്ചേസ് ചെയ്ത് 2-3 കവറുണ്ട്, ഒരു കുഞ്ഞുണ്ട്. ഞാൻ നോക്കുമ്പോ ഹസ്ബൻഡ് മൊബൈലില് ഞാനാണ് എല്ലാവരും അറിയട്ടെ. ആ ക്രോസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പിടിച്ച് അതൊരു ഹെൽപ്പാണ്. അങ്ങനെ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് അത് അറിയില്ല. ലൈക്ക് അറിയില്ലാത്തതിന്റെ പ്രശ്നം അതൊക്കെ തമാശ വശം പറഞ്ഞു. അല്ലെങ്കിൽ നല്ല കിട്ടിയാണ്. പാവാണ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയട്ടെ, അങ്ങനെ ചെറിയ ചില കാര്യങ്ങളിൽ ഇപ്പോഴും ചില കൺഫ്യൂഷനില് മീൻസ് ഒരു നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന ഒരാളല്ലേ. അപ്പൊ അല്ല, നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാനും. അതെ, എന്നാലും കുറെയൊക്കെ നമ്മൾ പുതിയ ഇതിനനുസരിച്ച് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്നേക്കാളും ഒരു 8-9 വർഷത്തിന് മൂത്ത ഒരാളാണ്. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി മുന്നിലേക്ക് വരാൻ ഇച്ചിരി അത് ഉണ്ടാവും. എന്നാലും അങ്ങനെ അത്ര അധികം മെയിലീഗോ ഉള്ള ഒരാളൊന്നും അല്ല. ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് അതുള്ളത്. ആവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല. എന്റെ കാല് വേദനിക്കുന്നുണ്ട്, ഞാൻ എവിടെ നിന്നിട്ടാണെങ്കിൽ ചേട്ടൻ എനിക്കൊന്ന് പിടിച്ചാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പിടിച്ചു തരും. ചിലർ ചെയ്യില്ല. ചെയ്യാത്തവരെ എനിക്കറിയാം. പക്ഷെ അങ്ങനത്തെ സീനൊന്നുമില്ല. അപ്പൊ തന്നെ കാലൊക്കെ പിടിച്ച് നല്ലോണം തടവി മതി എന്ന് പറഞ്ഞാലും പിന്നെ നിർത്തില്ല വേണമെങ്കിൽ മൊത്തം സെറ്റൊക്കെ. അങ്ങനെ ചില കാര്യങ്ങളില് ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ ചിലപ്പോൾ ഈഗോ കാണിക്കും. പിന്നെ അങ്ങനൊന്നുമുള്ള മെയിലീഗോ അങ്ങനെ ഇല്ലാത്ത ഒരാളാണ്. ഇത് ഞാൻ കുറെ നാളിന് ശേഷമാണ് ഈ ഒരു സാധനം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു സംഭവം. ആ ഒരു പോർഷനിൽ തമാശയായിട്ട് പറഞ്ഞു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.